എന്നെയും കൊണ്ട് പോണേ. എങ്ങോട്ടാണാവോ പോണ? കണ്ട ഈ ഗ്രൗണ്ട് വരെയുള്ളൂ ഡേയ്സു നിൻ്റെ ടെറിട്ടറി. അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്. ആ വെച്ചേക്കൂല അവർ അങ്ങോട്ട് കൊണ്ടുപോയാ ട്ടാ. കേൾക്കണ്ടാ? വട്ടാൻ തിരിയുന്നുണ്ട് ചുന്ദരിയേ. ആ കട 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 ബലം പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും എന്നെ. ആ ഡേച്ചേ ഡേച്ചേ തിരിഞ്ഞു പോലും നോക്കൂല അവൾ മണക്കുമ്പോൾ. കുഞ്ഞിപ്പെണ്ണ് വാ വാന്ന് വിളിക്കുമ്പോൾ അവൾ അവൾക്ക് തോന്നിയ സ്ഥലത്തേക്ക് ഓടും. അയ്യാ ഇതെന്തോ കളിക്കാൻ വേണ്ടി കെട്ടിയ നെറ്റാന്ന് തോന്നുന്നു. ഇനി അതാണ് എന്തൊക്കെയാണ് ഈ കുട്ടി മണക്കണത്. സമയം 5 മണി ആണ് കേട്ടോ. ആക്ച്വലി ഇതിൽ കാണുന്നത്രയൊന്നും വിളിച്ചില്ല. ബ്രൈറ്റ്നെസ് ഇത്തിരി കൂട്ടിയിട്ടുണ്ടോ ഡേറ്റ്മണീനെ കാണാനേ. വാ പോവാ പോവാ പെണ്ണേ. പെണ്ണുപിള്ളേ ഹലോ. പെണ്ണുപിള്ളേ ഹലോ. ഡേച്ചേ കേട്ടാ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ചാൻസ് കിട്ടിയ അവൾ വലിച്ചുകൊണ്ട് പോകുന്നേ കുഞ്ഞു പെണ്ണ്. അവൾക്ക് ഇപ്പോഴും ഈ മാഗ്നറ്റിക് ഫീൽഡ് വലിക്കൂലേ, അതേപോലെ അവൾക്ക് അങ്ങോട്ടാണ്. അവിടെ എന്താണോ വെച്ചേക്കണേ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് വേറെ ആൾക്കാരുടെ ടെറിട്ടറിയാണ് ഡേച്ചൂട്ടിയെ. വാ നോക്കി നിൽക്കുക അവിടെ. ഇപ്പോൾ ഒന്നും വരില്ല അവൾ. ഡേറ്റ് മണി വാ. സുന്ദരിക്കുട്ടി വന്നിട്ടോ. എന്ത് പറ്റിയാവോ? നല്ല തണുപ്പുണ്ട്. അവൾക്കൊന്ന് ഡ്രസ്സ് ഇടാൻ നോക്കിയിട്ട് വേണ്ടാന്ന്. ശരി വേണ്ടെങ്കിൽ വേണ്ട പോട്ടെ. പണ്ട് ഇവിടെ ലീസില്ലാണ്ട് വിടുമായിരുന്നു. അപ്പോൾ പറ്റില്ല. നിറയെ കുപ്പിച്ചില്ലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കൊക്കെ. ഇവിടെ ആരുടെയോ മണം കിട്ടിയിട്ടുണ്ട്. ഡേച്ചേ ആഹാ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. സമാധാനം അല്ലല്ലല്ലല്ല കണ്ട കുഞ്ഞിപ്പണെ കയറ്. ഓ ഇവിടെ വരുന്ന വഴി എടുക്കാൻ പറ്റില്ല വീഡിയോ. കാരണം വേറെ ഒന്നല്ല, മെയിൻ റോഡ് നമ്മുടെ റോഡ് ഉള്ളിലുള്ള എപ്പോഴും തിരക്കാം. അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉള്ള ശ്രദ്ധിച്ചില്ലെങ്കിലേ പണി കിട്ടും. അച്ഛൻ വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മെല്ലെ കൊണ്ടുപോട്ടെ. അവൾ ക്ഷീണിച്ച് കുറേ നേരമായി പോയിട്ട്. ടീച്ചേ കുറേ നേരമായി പോയിട്ട്. വാ പോവാ. ഇവിടെ ആലോചിക്കാം അവിടെ ഇരുന്നിട്ട്. പോണോ മോനെ? വാ.